ഏയ് ഗായ്സ് ഞാൻ കുറേ ദിവസമായല്ലോ എന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു സാരിയിൽ തന്നെ ഫുൾ അതിൻ്റെ രൂപമാറ്റം വരുത്തി ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വെച്ചു. ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതൊന്നും സാരിയിലുണ്ടായിരുന്നതല്ല. ഞാൻ ചെയ്തെടുത്തതാ. അത് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ഡിസൈൻ സിമ്പിളാണ് കേട്ടോ. വരച്ചെടുക്കാൻ സിമ്പിളാണ്, പക്ഷെ ചെയ്തെടുക്കാൻ നല്ല ടൈം എടുത്തു. ജസ്റ്റ് ചില്ലകളും പൂവും മാത്രമാണ്. അതിൽ ചില്ലകൾ വന്നിട്ട് ഞാൻ മെഷീൻ എംബ്രോയ്ഡറിയിലാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മറ്റേ ബിൽഡിംഗ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ്. അതിൽ ചെയ്യുന്ന അളവാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇതിൽ ഞാൻ ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ മാർക്ക് ചെയ്തത് വെള്ള ചോക്കിട്ടായിരുന്നു. സോ എനിക്കത് മെഷീൻ്റെ അടിയിൽ ലൈറ്റിൽ വെച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇൻവിസിബിൾ പേനയിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് വരച്ചിട്ടാണ് ചെയ്യുന്നത്. ചെയ്തതൊന്നും വലിയ പ്രശ്നമില്ല, നമുക്ക് അതിനനുസരിച്ച് തന്നെ അങ്ങ് നീക്കി കൊടുത്താൽ മതി. സ്ട്രെയിറ്റ് ലൈനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എൻഡിൽ മാത്രം ഒന്ന് വളച്ചില്ലേ, ആ ബ്രാഞ്ചസിൻ്റെ ആ ഒരു എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടി ചെയ്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഞാൻ ആ മെഷീനിൽ ചെയ്തത് തന്നെയാണ്. പിന്നെ ആ ചുരുക്കം വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ തേച്ചെടുത്തപ്പോൾ ഒന്ന് ചുരുങ്ങിയതാ. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇടുമെന്ന്. പക്ഷെ എൻ്റെ ആദ്യത്തെ മണ്ടത്തരത്തിൻ്റെ തുടക്കം തന്നെ ഇവിടെ നിന്നാണ്. അത് വലിയൊരു മണ്ടത്തരമാണ്. ഞാൻ തയ്യത്തുമ്പോൾ വിടാതെ ഡയറക്റ്റ് അളവിന് വെട്ടിക്കെടുത്തു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല എൻ്റെ സ്വന്തം തുണി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഡബിൾ ഫ്യൂഷൻ ഉണ്ടല്ലോ അത് വെച്ച് ആ ഒരു ഇതൊന്ന് കവറപ്പ് ചെയ്തെടുക്കാമെന്ന് വെച്ചു. അതിൽ ഞാൻ വേറെ ഒന്നുമില്ല, ഫ്യൂഷൻ ചെയ്തിട്ട് ഞാൻ പഴയയില്ലേ അംഹോളിൻ്റെ അവിടെ നിന്ന് എടുത്ത തുണിയെടുത്താണ്, വെട്ടിയ തുണിയെടുത്താണ് ഫ്യൂഷൻ ചെയ്തത്. സോ ഡിസൈൻ എന്തെങ്കിലും വന്നാൽ അവിടെ വരുമെന്ന് വിചാരിച്ചു. ഇല്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ എന്നിട്ട് ഫ്യൂഷൻ ചെയ്തതിന് ശേഷം നല്ലപോലെ വലിച്ചൊക്കെ നോക്കണം കേട്ടോ. നല്ലപോലെ ചൂട് കൊടുത്താൽ അത് നല്ല കറക്റ്റ് ഫ്യൂഷൻ ആവുള്ളൂ. സോ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അത് വെട്ടിയിട്ടും എങ്ങനെ പറയാം, അവിടുത്തെ ആ കട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട്. സോ ഞാൻ വന്നിട്ട് ആ കട്ടൊന്ന് മറയ്ക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് ഈ നമ്മുടെ സ്റ്റിച്ച് തന്നെ സിക്സാക് സ്റ്റിച്ച് തന്നെ ഒന്ന് ബ്രാഞ്ച് പോലെ ചെയ്ത് കൊടുത്തു. അടുത്ത് നമുക്ക് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫ്ലവർ ചെയ്യണം. ഫ്ലവർ വന്നിട്ട് ഞാൻ സാരിയുടെ മുന്താണിയാണ് എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ ആ ഗോൾഡ് ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നത്. അതിൽ ആ ബ്ലൂ പോർഷനിൽ മാത്രമേ നമ്മൾ ഫ്ലവറിന് എടുക്കുകയുള്ളൂ. അതിനുവേണ്ടി സോൾഡറിങ് ചെയ്യണം. പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ ഡിസൈൻ വേറെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതാണ് യൂസ് ചെയ്തത്. ഇതിൽ ഈ സാരി വന്നിട്ട് 10 വർഷത്തെ പഴക്കമുണ്ട്. സോ അതിനൊട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഗാൻസയിലും സാറ്റിനിലും ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് ഇല്ലായിരുന്നു. എങ്കിലും നമ്മളത് ഫുൾ ചെയ്തെടുത്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ഫ്ലവർ ചെയ്തപ്പോൾ തന്നെ നല്ല താമസിച്ചു. രാത്രിയായിട്ടാണ് ഞാൻ കുറച്ച് ഏകദേശം ഫ്ലവറൊക്കെ ആയിട്ട് പഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തത്. പഞ്ച് ചെയ്യാൻ വേണ്ടി പഞ്ച് മെഷീൻ എടുത്തപ്പോഴേക്കും അത് ഓരോരോ പീസായിട്ട് എൻ്റെ കയ്യിലിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് ശരിയാക്കി. എങ്കിലും എൻ്റെ അമ്മോ, ഒന്നൊന്നര പണിയാണ് ഈ തുണി എടുത്തതോടെ എനിക്ക് കിട്ടി തുടങ്ങിയത്. ഇനിയും ഉണ്ട് കേട്ടോ, ഇത് തീർന്നില്ല. ഇതാ ആദ്യത്തെ ദിവസത്തിൻ്റെ ഇന്ന് തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് ഇടുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം നമ്മുടെ ഈ ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ആദ്യം എടുത്ത് ഈ പോർഷൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ നല്ല ടയർഡായി. പിന്നെ ഞാൻ പോയി കിടന്നു. അടുത്ത ദിവസം ബാക്കിയുള്ള പൂവുകളും സെറ്റ് ചെയ്ത് പഞ്ച് ചെയ്യാനാണിരുന്നത്. അപ്പോഴേക്കും എൻ്റെ അനിയൻ വന്നിട്ട് പറഞ്ഞു അവന് ആ സോൾഡറിങ് ഞാനും പിടിക്കണമെന്ന്. കൊച്ചുകുട്ടിയല്ല, അതുകൊണ്ട് ഞാനും കൂടെ പിടിച്ചിട്ട് അത് പിടിക്കാൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ സോൾഡറിങ് ഞാൻ പിടിച്ചതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു പഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവ എടുത്ത ആ ഭാഗം ഫുൾ അവൻ തന്നെ പഞ്ച് ചെയ്തു. പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് അവൻ ആ എടുത്ത തുണി വന്നിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല. അവ ഇട്ടപ്പോൾ സോൾഡറിങ് അയണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു ഹോള് പോലെ അങ്ങ് ഇതായിപ്പോയി, ഉരുകിപ്പോയി. ആ ഉരുകിയത് കണ്ടിട്ട് അതിനെ തടവി ആശ്വസിപ്പിക്കണേണ് കുട്ടി. പക്ഷെ അത് നല്ല ഉരുവി കേട്ടോ. നെക്ക് പോർഷൻ്റെ അവിടെയാണ് വന്ന് ഉരുകിയത്. സോ ഞാൻ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ നമ്മൾ കട്ടായപ്പോൾ ഡബ്ല്യു ഫ്യൂഷൻ വെച്ച് ശരിയാക്കില്ലേ, അതുപോലെ തന്നെ ഇതും ചെയ്തു. പിന്നെ ആ ചെയ്തെടുത്ത് വന്നിട്ട് ഒന്ന് പൂവും കൂടെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൂ ചെയ്യാൻ വേണ്ടി അമ്മയടുത്തും കൂടെ ഹെൽപ്പ് ചോദിച്ചു. കാരണം പൂ ചെയ്തിട്ടും തീരുന്നില്ല. കുറേ പൂ വേണ്ടി വന്നു ഇതിന്. കാരണം നമ്മുടെ തുണി ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നിട്ട് ഡബിൾ ആയിട്ടാണ് പൂ വെച്ചത്. എങ്കിൽ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരുന്നു. സോ ഇതാണ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൂക്കളെല്ലാം വെച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ പാറ്റേൺ വെട്ടിയിട്ട് ഡയറക്റ്റ് സ്റ്റിച്ചിങ്ങിലോട്ട് പോവുകയാണ്. ഇത് തന്നെ നല്ല ടൈം എടുത്തു. സ്റ്റിച്ചിങ് തുടങ്ങാൻ വേണ്ടി ഞാൻ രാവിലെ ഇരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും തീക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മഴ പെയ്യായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കറണ്ടും പോയി. കറണ്ട് പോയിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആ ദിവസം ഫുൾ കറണ്ട് വരിക പോവുക അങ്ങനെയായിരുന്നു. ഒരു 3-4 പ്രാവശ്യം പോയി വന്നു
വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ കുറേ നേരത്തേക്ക് കാണൂല. സോ ഞാനങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നെങ്കിലും എങ്ങനെയെങ്കിലും എനിക്കതൊന്ന് ടച്ചൊന്ന് ഇട്ട് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഇത്രയും മെഷീനിൽ എംബ്രോയിഡറി ചെയ്ത് പിന്നെ പൂ വച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് കൈയൊക്കെ എന്ന് വെച്ചിട്ട് ബിഷപ്പ് സ്ലീവാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മളതിൽ സാരി ഇത്രയും മീറ്റർ ഇല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ളത് എടുത്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഈ കറണ്ട് എനിക്ക് പണി നല്ല തന്നു. പിന്നെ പറയാൻ പറ്റത്തില്ല, മഴയും അങ്ങനെയാണ് പെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാനും പിന്നെ ടയേർഡായി. ലൈക്ക് ഞാൻ ഇങ്ങനെ എണീറ്റ് വീണ്ടും വന്ന് പിന്നെ എനിക്ക് ലാസ്റ്റത്തെ കറണ്ട് പോയിക്കില് രാത്രിയായിരുന്നു പോയത്. പിന്നെ എനിക്ക് മടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ചെയ്യാന്ന് വെച്ചു. അടുത്ത ദിവസം മഴ ഉണ്ടായിരുന്നോണ്ട് തന്നെ കറണ്ട് പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നിരുന്ന സ്റ്റിച്ച് ചെയ്തത്. നമുക്കിനി സ്ലീവും അംബ്രല്ലയുടെ ആ താഴത്തെ പോർഷനും പിന്നെ ഉടുപ്പ് ചേർക്കുക, ഇത്രയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്ലീവിൽ വന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ച് ചെയ്ത് ഫ്ലവർ വയ്ക്കണം. അത് നമുക്ക് ചെയ്യാം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ പ്രശ്നമില്ല. ആൻഡ് ബിഷപ്പ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിൽ വന്നിട്ട് ഞാൻ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഞാൻ കൈക്ക് ആക്ച്വലി ഞാൻ അളവ് കൂടുതൽ ഇട്ടതാണ്. ബട്ട് എന്നിട്ടും അത് ജസ്റ്റ് ആ അളവ് ഞാൻ കൂടുതൽ ഇട്ടില്ലായിരുന്നെങ്കിൽ കൈ എനിക്ക് പിന്നെ ഇടാൻ പറ്റാത്ത രീതിയിലായത്. സോ അതിട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിസ്സായി. എങ്കിലും ലൈക്ക് കുറച്ചും കൂടെ അളവ് ഞാൻ കൂട്ടി ഇടണമായിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈക്ക് അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കുറച്ച് സ്ഥലമല്ലേ സ്ലീവിലുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പ്രസ് ബട്ടണാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് വന്നിട്ട് നമ്മൾ ക്യാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെനിക്ക് മീഷോയിൽ ഓഫറിന് കിട്ടിയോണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. കൂടുതലും കുട്ടികളുടെ ഇതിലാണ് ഞാൻ വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് പുതിയതല്ലേ, സോ പരീക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ്. ആൻഡ് ഇത് വച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് നല്ല പ്രിൻസസ് പോലെയായിരുന്നു ഇരുന്നത്. അതിൻ്റെ താഴത്തെ പാർട്ട് വന്നിട്ട് അത് നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതിൽ വന്നിട്ട് ഇതാണ് ഞാൻ പ്രസ് ബട്ടൺ ലാസ്റ്റ് വെച്ചെന്ന് പറഞ്ഞത്. ആൻഡ് അത് കറക്റ്റ് അത് ഫിറ്റായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. സ്ലീവ് വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഫ്ലവറാണ് വെക്കേണ്ടത്. അത് വന്നിട്ട് ഞാൻ ഫ്ലവർ കട്ട് ചെയ്തു, അമ്മ അത് പഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമെന്ന് പറഞ്ഞ ഡിസൈൻ എനിക്ക് 4 ദിവസം എടുത്തു ഫിനിഷ് ചെയ്യാൻ. ആൻഡ് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ബട്ട് സാരി വന്നിട്ട് 10 വർഷം ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവായിരുന്നു. സ്റ്റിൽ ഒരു പരീക്ഷണത്തിന് പറ്റിയതായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഗായ്സ്.